എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ലോങ് വീഡിയോ ഇട്ടിട്ട് 4 ദിവസമായി അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സിൽ എന്താണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, എന്താണ് അവരുടെ ഫീലിങ്സിൽ കാണുന്നത് ഇപ്പോൾ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് നാളെ മുതൽ ഓപ്പൺ ആണ്, കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, നാളെ കുറേ നാൾ ഗ്യാപ്പ് വന്നതുകൊണ്ട് പക്ഷേ ഒരുപാട് നമ്പേഴ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നമ്പർ ലിമിറ്റ് ചെയ്തേ എടുക്കുള്ളൂ. നോക്കട്ടെ, അഥവാ എനിക്ക് പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റും. കോണ്ടാക്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാമോ? ന്യൂട്രലായിട്ട് മാത്രം വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, അതേപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് വീഡിയോയുമായിട്ട് റെസനേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക, അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, റീഡിങ് തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ്, എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്തെങ്കിലും മാറ്റം അവരുടെ ഫീലിങ്സിൽ വന്നിട്ടുണ്ടോ, എന്താണ് അവർ ആക്ച്വലി ഈ സമയം ഫീൽ ചെയ്യുന്നത് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിൽ ഈ സമയം എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരുവാൻ. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അവരുടെ ഫീലിങ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. സിക്സ് ഓഫ് വാൻസും ഫൂളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, ക്ഷമിക്കുക. എല്ലാം ഓറിയൻറ്റേഷനൊക്കെ തെറ്റിയിരിക്കുക കാര്യങ്ങളിൽ. ഞാൻ 3-4 ദിവസമായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടേ. എടുക്കാം. ഏസ് ഓഫ് വാൻസ്, വേൾഡ്, 2 ഓഫ് പെൻറ്റക്കിൾസ്. കാർഡ് ഒന്നുകൂടെ നോക്കിയതാണ് കേട്ടോ എന്താണ്. ടെമ്പറൻസ്, 9 ഓഫ് കപ്സ്, judgment. Okay, 4 of wands, very good. Page of pentacles, 5 of cups, lovers. Bottom of the deck 6 of cups. കൂടുതൽ കാർഡ്സ് നമുക്ക് എടുക്കാതെ ഇത് നോക്കിയിട്ട് കേട്ടോ. എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നില്ല. അവർ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവർ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡിവൈനുമായിട്ട് കണക്റ്റഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേര് എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുന്നു കേട്ടോ. അവർക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും കാണുന്നത്. വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വല്ലാത്ത സന്തോഷം നിങ്ങളുമായിട്ട് കണക്റ്റഡായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. റൊമാൻറ്റിക്കലി കണക്റ്റഡായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പിനെസ്, എന്താ ഓൺ ക്ലൗഡ് 9 എന്നൊക്കെ പറയും, മേഘങ്ങളിൽ പറന്ന് നടക്കും പോലൊരു ഫീലിംഗ്. അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതവർ മനസ്സിലാക്കുന്നു. എന്ത് റിസ്ക് ഫാക്ടർ ആണെങ്കിലും അവരത് നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് നിങ്ങളുമായിട്ട് റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. പലരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നു. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അവർ നിങ്ങളെ അതിഭയങ്കരമായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾ, ചില ജഗ്ലിംഗ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. മറ്റ് ചിലരുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളതായിട്ടും കാണുന്നു. ഇവരുടെ എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അൺഫോർച്ചുനേറ്റ്ലി ഉള്ളതായിട്ടും കാണുന്നുണ്ട്.
എന്ത് തന്നെ ആയാലും അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. ഓക്കെ, ആ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരുന്നു എന്നുള്ളതല്ല, അവിടെ രണ്ട് റിലേഷനും തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. റെസ്പോൺസിബിലിറ്റീസ് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളെയും കൂടി അവരുടെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ പൊതുവെ ഹാപ്പിയാണ്. അങ്ങനെ പറയത്തക്ക ഒരു വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവരുടെ ജോലിയിൽ നന്നായി ചെയ്യുന്നു, കുടുംബപരമായിട്ടും ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക്, നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ഒരു കുറവ് അവർക്ക്, നിങ്ങളുടെ സാമീപ്യത്തിൻ്റെ ഒരു കുറവ് അവർക്ക് എന്നും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചിലരെങ്കിലും ഒരു കോർട്ട് കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വിധി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവരത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൽ തടസ്സങ്ങളൊന്നും വരരുത്, അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് ആ വിധി അനിവാര്യമാണ്, അതുകൊണ്ട് തന്നെ ആ വിധി അവർക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ആ വിധി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം എല്ലാം തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. 9 ഓഫ് കപ്സും 4 ഓഫ് വാൻഡ്സും അത് തന്നെയാണ്. 4 ഓഫ് വാൻഡ്സ് എന്നാണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലേ. 11 കാർഡാണത്. ഏറ്റവും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്. അതേപോലെ പ്രപ്പോസ് ചെയ്തിട്ടില്ലാത്തവർ അവരുടെ പാർട്ട്ണറോട് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ല, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓക്കെ, ഏറ്റവും നല്ല തോട്ട്സ്, ഫീലിങ്സ് തന്നെയാണ്. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവരുടെ കൂടെ വേണം, എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവർ തീർച്ചയായും ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും, മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, കോൾ ചെയ്യാറുണ്ടായിരിക്കും. അയച്ച മെസ്സേജസ്, കോൾ, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവരിടയ്ക്ക് എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ എടുത്ത് നോക്കുന്നതായിട്ടും, ആ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. വല്ലാത്ത സ്നേഹം തോന്നിയിട്ട്, ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നുമല്ലോ, സ്നേഹം തോന്നിയിട്ട് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ടും, നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നെല്ലാം ഉള്ളൊരു ഫീലിംഗ് അവർക്ക് വരുന്നതായിട്ടും കാണുന്നു. ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട്. അവരുടെ ഫീലിങ്സിൽ എനിക്ക് അങ്ങനെ വളരെ പ്രകടമായ യാതൊരു വ്യത്യാസവും വന്നതായിട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അവരിപ്പോഴും നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടേതൊരു കുറച്ച് കാലമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. മിനിമം 2 കൊല്ലത്തിൽ കൂടുതലെങ്കിലും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ നല്ല ഓർമ്മകളുണ്ട്. അതെല്ലാം ഇവർ വളരെ ഫോണ്ടായിട്ട്, വളരെ സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. Nine of Swords, okay. Sun, King of Cups, Queen of Wands, Page of Cups, 2 of Cups, 10 of Cups, 8 of Wands. കറണ്ട് പോയിട്ടേ കണ്ണ് ശരിക്കും കാണുന്നില്ല, എന്നാൽ റെക്കോർഡ് ചെയ്യാതിരിക്കേണ്ട വിചാരിച്ചിട്ടാണ്. മൂൺ, ഓക്കെ. 9 ഓഫ് സോർഡ്സ് വെച്ചിട്ട് ഇന്നലെ രാത്രി അവർക്ക് ശരിക്കും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സ്ട്രെസ്സ് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങളുടെ ഓർമ്മകൾ കാരണം. നമ്മൾ കിടക്കുമ്പോൾ, ഫോട്ടോസൊക്കെ നോക്കി കിടക്കുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ സ്നേഹം കൂടിയിട്ട് ഉറക്കം വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ചിന്തകൾ തന്നെ നിങ്ങളുടെ മുഖം തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു രീതിയിൽ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു എന്ന് കാണുന്നു കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സൂര്യനെ പോലെയാണ്, ജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരുപാട് പ്രകാശം നിങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് അവർ കരുതുന്നു. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഉയർച്ചയാണ്, മേൽക്ക് മേലെ ഉയർച്ചയാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഒരു കണക്ഷൻ, നിങ്ങൾ ഇച്ചിരി സ്പിരിച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അവർ ചിന്തിക്കുന്ന നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി അവരുടെ ലൈഫിനെയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവ് എഫക്റ്റാണ് അവർക്ക് നിങ്ങൾ കണക്റ്റഡായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ,
കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ അവരൊരു പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല കേട്ടോ. വാക്കാലോ അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം അവർക്ക് ആ ഫീലിംഗ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ വളരെയധികം പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതെങ്ങനെ പുറത്ത് കാണിക്കേണ്ടതെന്ന് അറിയില്ല. അതൊരു കൺഫ്യൂഷനാണ്. പക്ഷേ അവർ അത് പ്രകടിപ്പിക്കുന്ന ഏത് രീതിയിലാണ് അവരെടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കെയർ, നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്സ്, അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത് എന്ന് കാണുന്നു. നിങ്ങളെ പ്രതി അവർക്ക് ബഹുമാനമാണ്, സ്നേഹമാണ്, ആരാധനയാണ്, അട്രാക്ഷനാണ്, എല്ലാം കൂടിയിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, നിങ്ങളെപ്പോലെ ഒരാളെ ഇവർ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ സ്വഭാവമാവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, ചേർത്ത് പിടിക്കൽ, അതൊന്നും അവർ മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നും അവർ കരുതുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് എന്നും അവർ കരുതുന്നുണ്ട്. ആ ഒരു സ്വഭാവമൊക്കെ ഇവർക്ക് ഭയങ്കര ആരാധനയാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നും മെസ്സേജ് അയക്കണം. ഇനി എപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റും, എപ്പോൾ വിളിക്കാൻ പറ്റും, എപ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റും എന്നൊക്കെ ഇവർ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 2 ഓഫ് കപ്സ് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദൂരദിക്കിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓടിയെത്തി നിങ്ങളെ കാണണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നിങ്ങൾ അവരുടെ ഫാമിലി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഫാമിലിയാണ്. നിങ്ങൾ വേറൊരാളല്ല. ഓൾറെഡി അവർ നിങ്ങളെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എല്ലാം അവരുടെ ചുമതലയാണ് എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവരുടെ മനസ്സിൽ. തുടർച്ചയായി നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്നും കണക്റ്റഡ് ആയിരിക്കണം, ഒരുപാട് നേരം സംസാരിക്കണം, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. മിസ്സിങ് എനർജി വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സമയത്ത് ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കണം, ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരും, പകൽ നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോഴൊക്കെ വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവർക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുമോ എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു 4-5 കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. എംപറർ. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാനും സാധ്യതയുണ്ട്. ഉയർന്ന ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ, അവർ ജോലി ചെയ്യുന്ന ആ ഏരിയയിൽ അവർ ഫേമസ് ആണ് എന്നുള്ളൊരു ഒരു രീതി അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് സൂക്ഷിച്ചും കണ്ടും മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ഇവർക്ക് കുറച്ച് സൂക്ഷിച്ചേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പബ്ലിക് പ്ലേസിലൊക്കെ വെച്ച് കാണുമ്പോൾ അവർ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളത് വകവെച്ച് കൊടുക്കാറുമുണ്ട് എന്ന് തന്നെയാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടും കൂടിയാണ് കാണുന്നത്. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത വെൽവിഷർ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ആരോടും പങ്കുവയ്ക്കാത്ത കാര്യങ്ങൾ പോലും ഒരുപക്ഷെ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. ഓവർവെൽമിങ് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ അടുത്ത് അവർക്ക് തോന്നുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. സ്നേഹം തന്ന സ്നേഹം കൈപ്പറ്റുക എന്ന്. അതുമാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവരുടേതാണ് എന്നുള്ള രീതിയിലാണ് കരുതുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു പുതിയ തുടക്കം തന്നെയാണ് അവർ നിങ്ങളുമായിട്ട് ലൈഫിൽ ആഗ്രഹിക്കുന്നത് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം, കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. സ്നേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാർഡ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നോട്ടത്തിൽ അവരുടെ ഫീലിങ്സിൽ നിങ്ങൾക്കായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളോട് തന്നെയാണ് അവർക്ക് സ്നേഹം. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണേ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നാളെ മുതലേ ഉള്ളൂ പേഴ്സണൽ റീഡിംഗ്. റീഡിങ്ങിന് വെയിറ്റിംഗ് പീരീഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.